പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അങ്ങനെ നിൽക്കുന്നു. ജൂലൈ 3 ഒരു സങ്കടത്തിൻ്റെ ദിവസമായി തീരാതിരിക്കട്ടെ. അത് തന്നെ ആഗ്രഹിക്കുന്നു. വാശിയും വൈരാഗ്യവും വെച്ചിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വിലപ്പെട്ട ഒരു പദവി ഉപേക്ഷിച്ച് കുപ്പായം മാറി ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും സങ്കടങ്ങളും വേദനകളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ അംഗീകരിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന പിരിമുറുക്കവും ഒക്കെ ജീവിതത്തിലുണ്ടാകും. എന്നാലും വിലപ്പെട്ടത് നഷ്ടപ്പെടുത്താൻ ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കണം, ഈ പൗരോഹിത്യം ലഭിക്കുവാൻ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട്, നിങ്ങൾ സഹിച്ച വേദന, ആരെല്ലാം സമ്പത്ത് തന്ന് നിങ്ങളെ സഹായിച്ചു പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും പഠിക്കാൻ നിങ്ങളെടുത്ത ആ എഫർട്ട്, അതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് സ്വന്തമാക്കിയ പൗരോഹിത്യം, ഈ അനുസരണക്കേട് മൂലം അത് നഷ്ടപ്പെടുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താണ് പ്രത്യേകത? ഒന്ന്. രണ്ടാമത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുകൊടുക്കാനും ചേർത്ത് പിടിക്കാനും സാധിക്കുകയുള്ളൂ. ഭീകരമായ പാപങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക് വിളിച്ചു പറയുന്ന ഒരു അൽമായ സഹോദരന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പറയുക, ധൈര്യമായിട്ടിരിക്കുക, മുന്നോട്ട് മാറുമ്പോൾ ഇതെല്ലാം മാറും, ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റും, വിശുദ്ധരാകാൻ പറ്റും, നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്നാണ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ഇവിടെ ഒന്ന് എളിമപ്പെട്ടാൽ രക്ഷയുണ്ട്, രക്ഷിക്കാൻ സഭയുണ്ട്, ഇല്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്തു പോകും. ഉറപ്പാണ്. അങ്ങനെ സംഭവിക്കരുത്. ഒരുപാട് പുരോഹിതരും ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്നാണ് എൻ്റെ അറിവ്. കാരണം എന്ത് സംഭവിക്കും? ഈ വാശിയും വൈരാഗ്യവും വെച്ച് പുലർത്തിയാൽ നിത്യനാശമായിരിക്കും ശിക്ഷ അവസാനം. മറിച്ച് ഒന്ന് രമ്യപ്പെട്ടാൽ, ഒന്ന് എളിമപ്പെട്ടാൽ ഉറപ്പായിട്ടും അത്ഭുതം പോലെ അനുഗ്രഹിക്കപ്പെടും. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കീഴ്പ്പെടുത്തിയെന്നോ പരാജയപ്പെടുത്തിയെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. സത്യമായിട്ടും അങ്ങനെ തന്നെ. നിങ്ങളിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവം ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എളിമപ്പെടാനുള്ള ഒത്തിരി അവസരങ്ങളുടെ അവസാന അവസരമായിട്ട് ഈ 3-ാം തീയതി വന്നിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു വിവാഹം നടക്കുമ്പോൾ, ഒരു പട്ടം നടക്കുമ്പോൾ അതിൻ്റെ കഥാപാത്രങ്ങളായി വരുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന സന്തോഷം, പിരിമുറുക്കം ഒക്കെ ഉണ്ട്. അതെല്ലാം സ്വീകരിച്ച് അതിലൂടെ എല്ലാം കടന്ന് വലിയ സന്തോഷം. നിങ്ങളെ ആദ്യ പൗരോഹിത്യം കിട്ടി, നിങ്ങളെ ആദ്യത്തെ ബലിയർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ദേവാലയത്തിലും ആ പ്രദേശത്തുമുള്ള സകല പുരോഹിതരും വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരിക. കന്യാസ്ത്രീകളും പ്രായം ചെന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ നിങ്ങളെ ബഹുമാനിക്കുക. കാരണം നിങ്ങളൊരു സാധാരണ മനുഷ്യൻ്റെ പദവിയിൽ നിന്നും പൗരോഹിത്യത്തിൽ പുരോഹിതനായി മാറുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ അനുഗ്രഹവും അഭിഷേകവും ഒക്കെ ഉണ്ടല്ലോ. അതിലൊക്കെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷേ ഈ അനുസരണക്കേട് മൂലം അത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആരുമല്ല, നിങ്ങൾ ഒന്നുമല്ലാതായിത്തീരും. ഒരൽമായൻ്റെ സ്റ്റാൻഡിനേക്കാൾ താഴേക്ക് പോകും. അങ്ങനെ വരരുതേ. അങ്ങനെ വരുന്ന കേൾക്കാൻ ഇഷ്ടമില്ല കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ, പ്രത്യേകിച്ച് കൊച്ചന്മാരായ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇനി എന്തുമാത്രം കാലം മുന്നോട്ട് കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ദൈവജനത്തെ സ്നേഹിച്ചുകൊണ്ട് നിരവധി ആത്മാക്കളുടെ മോചനദ്രവ്യമായി തീരേണ്ട നിങ്ങൾ നാശത്തിലേക്ക് പോകരുത്. സ്നേഹത്തോടെ ഉപദേശിക്കുന്നു. ഒരു വിവാഹമോചനം നടക്കുന്ന തകർന്ന കുടുംബം പോലെ പൗരോഹിത്യം നഷ്ടപ്പെട്ട ഒരു പുരോഹിതൻ ആയി നിങ്ങൾ ജീവിക്കരുത്. ദൈവത്തിൻ്റെ കൃപയിൽ പൊതിഞ്ഞു പിടിക്കുക. പരിശുദ്ധ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളെ നോക്കി കരയുന്ന ഒരു പരിശുദ്ധ അമ്മയുണ്ട്. യേശുവിൻ്റെ അമ്മ, നമ്മുടെ അമ്മ. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ വീട് വിട്ടിറങ്ങി പൗരോഹിത്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന അന്ന് മുതൽ നിങ്ങളെ പുരോഹിതരെന്നാണ് വിളിക്കുന്നത് പരിശുദ്ധ അമ്മ. അത്ര സ്നേഹത്തോടെ കൊണ്ട് നടന്ന് നിങ്ങൾക്ക് ഈ അഭിഷിക്ത പദവി നൽകിയിട്ട് നിങ്ങളത് വലിച്ചെറിയുന്നെങ്കിൽ ഭീകരമായൊരവസ്ഥ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്നു, 100% പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഉറങ്ങാതെ വേദനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരും ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടുവാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് ഒരു പുരോഹിതൻ നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? സാത്താൻ വേണ്ട കെണികളെല്ലാം വെക്കും, കുരുട്ടുബുദ്ധികളെല്ലാം പറഞ്ഞു തരും. അവസാനം നമ്മൾ ഒറ്റപ്പെട്ട് നഷ്ടത്തിലേക്ക് പോകുമ്പോൾ അവൻ കൂടെ മാറി നിന്നൊരു കുറ്റപ്പെടുത്തും. കുറ്റബോധം കൊണ്ട് നിറയരുതേ. ക്ഷമ കൊണ്ട്, സ്നേഹം കൊണ്ട്, എളിമ കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കൂടെ നിൽക്കാം. അതിന് വേണ്ടുന്ന ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്ക് നൽകട്ടെ. മാർപ്പാപ്പയോടൊപ്പം, കർദിനാളിനോടൊപ്പം, പിതാക്കന്മാരോടൊപ്പം,
സഹവൈദികരോടൊപ്പം ദൈവജനത്തോടൊപ്പം സ്വർഗത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന നല്ല പുരോഹിതരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. ഒന്ന് അതിൻ്റെ കമൻറ്റുമൊക്കെ ഒന്ന് എഴുതിയത്, ലൈക്കും ഷെയറും ഒക്കെ താ. ഓക്കെ.